നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 10,000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. ഞാൻ എൻ്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾ കേൾക്കുന്നു, അത്രയാണ്. പൊതുസ്വത്താണ് വേടൻ. ഒരു കലാകാരൻ പൊതുസ്വത്താണ്. ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്. വേടന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് അതിയായ താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, വലിയ സംഗീത വിദഗ്ധനാണ്, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അതിനെപ്പറ്റി പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഹെഡ് ഓഫ് ഫോറസ്റ്റ് പുതിയ അദ്ദേഹത്തെ അന്വേഷിക്കും. പുലിൻ്റെ നഖവും മറ്റേ പല്ലും എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയണ്ടായി. എനിക്കൊരാൾ തന്നതാണ്, ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട്. ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റു കാര്യങ്ങൾക്കുമായി അയാളെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ ചെയ്യും. നമസ്കാരം. പുലിപ്പല്ല് കൈവശം വെച്ചെന്ന കുറ്റം ചുമത്തിയ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തതിനെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ്. മന്ത്രി തന്നെ വനംവകുപ്പിന്റെ നടപടിയെ വിമർശിക്കുന്നുണ്ട്. വേടന്റെ കാര്യത്തിൽ വനംവകുപ്പ് അനാവശ്യ തിടുക്കം കാണിച്ചോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വേടൻ പാടുന്നത് യുവതിയുടെ ഭാഷയിലാണ്. വേർതിരിവിന്റെയും വിവേചനത്തിന്റെയും മതിൽക്കെട്ടുകൾ പൊളിച്ച് വേടൻ പാടുമ്പോൾ പൊള്ളുന്നത് ആർക്കാണ്? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. വേട്ടയാടിയോ വനംവകുപ്പ്? നമ്മോടൊപ്പം ചേരുന്ന സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ധന്യ രാമൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയിലേക്കാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ മന്ത്രി തന്നെ ഈ വനംവകുപ്പിന്റെ നടപടിയെ വിമർശിക്കുന്നുണ്ട്. ഈ വനംവകുപ്പിന് നിയമവഴി സ്വീകരിക്കുന്നതിൽ പിഴവ് പറ്റിയോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി? അല്ല, അങ്ങനെ വേണം നമ്മൾ പ്രാഥമികമായും ഒരു അനുമാനിക്കാൻ. എക്കോ വരുന്നുണ്ട്, തിരിച്ചു കേൾക്കുന്നുണ്ട്. അത് പരിഹരിക്കാം, പ്രശ്നം പരിഹരിക്കാം, സാങ്കേതിക പ്രശ്നം പരിഹരിക്കാം. ഡിഗ്രി പ്രദർശനം ഇപ്പോൾ സംസാരിച്ചോളൂ. ഓക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ വേടൻ എന്ന് പറയുന്ന ഗായകൻ മലയാളത്തിൻ്റെ, നേരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇന്നത്തെ യുവതയുടെ ആശയും ആവേശവുമായ മലയാളത്തിൻ്റെ ബോബ് മെർലി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന അറിയപ്പെടുന്ന ഗായകനാണ്. ആ ഗായകനെ നമുക്കറിയാം സ്മോൾ ക്വാണ്ടിറ്റി ഗഞ്ചാവുമായിട്ട് പിടികൂടിയ സംഭവവും നമുക്കറിയാം. അപ്പോൾ പ്രധാനമായ ഒരു കാര്യം, ലെറ്റ് ജസ്റ്റിസ് ബി ഡൺ ദോ ഹെവൻ ഷുഡ് ഫാൾ എന്നുള്ളതാണ്. ആകാശം ഇടിഞ്ഞു വീണാലും നീതിയും നിയമവും നടപ്പാക്കണം. പക്ഷേ ഞാൻ ആ പക്ഷേക്ക് അടിവരയിടാൻ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്മോൾ ക്വാണ്ടിറ്റിയാണ് പൊസസ് ചെയ്തത്. സ്മോൾ ക്വാണ്ടിറ്റി പൊസസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബെയിലബിൾ ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടതാണ്, വിടാനേ കഴിയുകയുള്ളൂ. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയിൽ പുലിപ്പല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അന്ന് തന്നെ ആ കേസിലെ ഈ പറയുന്ന കഞ്ചാവുമായി പിടിച്ച ആളിനെ സ്റ്റേഷൻ ജാമ്യം വിട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ നാടകീയമായി ഈ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നാടകീയമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? കേരളത്തിലെ സബോർഡിനേറ്റ് ജുഡീഷ്യറി ശക്തമായ നിലപാടെടുത്തു. ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആ കേസിൽ അദ്ദേഹത്തെ വീണ്ടും റിമാൻഡ് ചെയ്യണമെന്നായിരുന്നു ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട്. അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട്. ജാമ്യം നൽകരുതെന്നായിരുന്നു ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട്. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രൈമ ഫേസി നിലനിൽക്കാത്ത ഒരു കേസാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരട്ട നീതി എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1950 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആ ഭരണഘടനാ ശില്പിയായ ഭീമാറാവ് അംബേദ്കർ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിനെ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 14 എന്താണ്?
ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അത് വളരെ ലിഖിതമായ നമ്മുടെ എല്ലാ നിയമങ്ങളുടെയും അമ്മയായ ഇന്ത്യൻ ഭരണഘടന വളരെ പ്രധാനമായി പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും അത് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഇത്രയേറെ നാൾ കഴിഞ്ഞിട്ടും പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളത് വളരെ വേദനയുള്ള ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് വേടൻ്റെ കേസ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു എന്തിത്ര തിടുക്കം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സിംഗർ, അദ്ദേഹത്തെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. ആ കേസിൽ ഒരു ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അങ്ങനെ ബെയിലബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പുലിപ്പല്ല് കിട്ടി. ആ പുലിപ്പല്ലാണെന്ന് പോലും അസർട്ടൈൻ ചെയ്യാതെ അതിന് സാങ്കേതികമായ പരിശോധന നടത്തണ്ടേ? അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയുക, ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന മന്ത്രി അല്ലെങ്കിൽ ഒരു കേന്ദ്ര നേതാവ് ഒരു പബ്ലിക് ഫംഗ്ഷനിൽ ഒരു മാല ഇട്ടുകൊണ്ട് വന്നാൽ ആരെങ്കിലും ആ മാല ഇന്ന പുലിയുടെ തോല് കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ, പുലിയുടെ നഖമാണ് എന്ന് പറയുകയാണെങ്കിൽ, പുലിപ്പല്ലാണ് എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം, ആ മൊഴി മാത്രം വിശ്വസിച്ചുകൊണ്ട് ആണോ ഒരു കേസെടുക്കാം? പക്ഷേ ആ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട മാനദണ്ഡങ്ങളില്ലേ? ആ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്താതെ ഇത്ര ധൃതി പിടിച്ച് ഈ വേടനെ എന്തിനു വേണ്ടിയായിരുന്നു അറസ്റ്റ് ചെയ്തത്, എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു അറസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രി അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നാണ് അദ്ദേഹം പറയുന്നത് ഫോറസ്റ്റ് വകുപ്പ് ചെയ്തത്. പ്രിയദർശൻ തമ്പി, ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അല്ല, അത് തന്നെയാണ് അത് എനിക്ക് തോന്നുന്നത് വലിയ തോതിൽ നമുക്കറിയാം. ഇപ്പോൾ പഴയ കാലമല്ല. ഈ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടുകൂടി നമ്മുടെ ആസ്വാദകരുടെ ആയാലും ശരി, നമ്മുടെ ജനങ്ങളുടെ ആയാലും ശരി, എല്ലാം അറിയാനുള്ള അവകാശം വളരെ കൂടിയിരിക്കുന്ന ഒരു കാലമാണിത്. കാരണം എവിടെയെങ്കിലും കേരളത്തിൻ്റെ നുക്ക് ആൻഡ് കോർണറിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം അപ്പോൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് കേരളത്തിലെ വിവിധങ്ങളായ ദൃശ്യമാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ വേടൻ്റെ ഈ ഇഷ്യൂ ഒക്കെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്കാരിൽ എത്തുകയും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ അതിനെതിരെയുള്ള പ്രതികരണം അങ്ങ് എന്താ പറയുക, സീമാതീതമായി അലയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ സമസ്ത മേഖലകളിൽ നിന്നും കണ്ടത്. അതിനകത്ത് മറ്റു യാതൊരു പരിഗണനയുമില്ലാതെ തന്നെ വേടനെ പോലെ ഒരാളിനെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തതെന്നുള്ള ജനങ്ങളുടെ ആകെ പ്രതികരണം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഈ രണ്ടാമത്തെ കേസിൽ ഇത്ര ധൃതി കാണിച്ച് ഈ പറയുന്ന വനം വകുപ്പ് ഇത്ര ധൃതി കാണിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു? ആദ്യത്തെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി എടുത്ത ആ കേസിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് രണ്ടാമത്തെ കേസ് വന്ന് ഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആദ്യത്തെ കേസിൽ അയാൾ ചെയ്തത് ശരിയായില്ല, യാതൊരു സംശയവുമില്ല. എന്നാൽ ആ കേസിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ടാമത്തെ കേസ് വനംവകുപ്പ് രജിസ്റ്റർ ചെയ്തതോടുകൂടി എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കൾ തുടരുക. ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് എത്താം. ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ മന്ത്രി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താക്കുറിപ്പ്, ഇന്ന് അദ്ദേഹം ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഇതിനെ വല്ലാതെ പെരിപ്പിച്ച് കാണിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു തിടുക്കം അവിടെ ഉണ്ടായി എന്ന് വകുപ്പ് മന്ത്രി തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. ഈ തിടുക്കത്തിന് പിന്നിൽ എന്തായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്, ധന്യരാമൻ? തിടുക്കത്തിന് പിന്നിൽ ഗൂഢാലോചന, ഇത് കൃത്യമായിട്ട് ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അതുകൊണ്ടാണ് ആദ്യം കോടതി ഇടപെട്ട് അത് പിന്നെ ഈ കേസ് അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് എവിടെ എത്തിപ്പോയേനെന്നുണ്ടോ? ഇത് എൻ്റെ അറിവിൽ വേടനെ പിടിച്ച് ദേശീയ ഏജൻസിക്ക് അതായത് അമ്മ മരിച്ചുപോയി, വേടൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഈ ജാഫ്ന ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് വേടനെ ദേശീയ അന്വേഷണ സംഘത്തിന് കൈമാറാനൊക്കെ ഇരുന്നൊരു കേസാണിത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ആ പിടിച്ചത് പുലിപ്പല്ലാണോ എന്ന് പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് പ്രൂവ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഒന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മുമ്പ് ഇടുക്കിയിൽ ഞങ്ങളുടെ ഒരു 3 PSC ടെസ്റ്റിൽ റാങ്ക് ലിസ്റ്റിലുള്ള നമ്മുടെ ഒരു പയ്യനെ പിന്നെ വ്യാജ ഇറച്ചി വെച്ചിട്ട്, അതായത് നാട്ടിലെ ഇറച്ചി അവൻ്റെ ഓട്ടോറിക്ഷ കൊണ്ടുവച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. അന്ന് ജയിലിലിട്ട് അവൻ പുറത്ത് വന്ന ശേഷം ഈ മന്ത്രി ആ പയ്യനെ കണ്ടിട്ട് ആദ്യം പറഞ്ഞു, ഓ നീ കുറച്ച് ദിവസം ജയിലിൽ കടന്നിട്ടല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അതിന് എത്ര നിസ്സാരമായിട്ടാണ് അയാൾ പാവപ്പെട്ടവൻ്റെ വേദനയും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ വകവയ്ക്കാത്ത ഒരുത്തനാണ് ഇവിടുത്തെ വനം മന്ത്രി എന്ന് പറയുന്നത്. അയാൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വനം വകുപ്പ് മന്ത്രിയെ കാണുന്നത്. കാരണം ഇന്നലെ പിടിച്ച ഉടനെ അദ്ദേഹം പറയുകയാണ് 7 കൊല്ലം ജയിലിൽ കിടക്കും. ഇത് പുലിപ്പല്ലാണോ
അതൊന്നും പ്രൂവ് ചെയ്യാനുള്ളൊരു മുമ്പേ അങ്ങ് പ്രസ്താവിക്കുവാണ്. അവൻ 7 കൊല്ലം ജയിലിൽ കിടക്കും. അത് അമ്മേൻ്റെ ബന്ധം. മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചപ്പോൾ മോഹൻലാലിൻ്റെ അമ്മ ആരാണെന്നുള്ളത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരുന്നോ? അത് ആരെങ്കിലും തിരക്കിയിരുന്നോ? പക്ഷേ ഞങ്ങൾക്ക് ആരെങ്കിലും ജിഷ കൊല ചെയ്യപ്പെട്ടപ്പോൾ ജിഷയുടെ അമ്മയുടെ ചരിത്രം നോക്കിപ്പോയി, അല്ലെങ്കിൽ മധുവിൻ്റെ വീട്ടിൽ അവരുടെ അമ്മ ആരാണെന്ന് അന്വേഷിക്കും. ഞങ്ങളുടെ എല്ലാം ഈ മാതാക്കൾ എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കലാണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി. അപ്പം വളരെ അസംബന്ധമായ രീതിയിലാണ് വനംവകുപ്പ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും ഒരു ദുരൂഹത നിറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ വിചാരിക്കും പോലീസുകാർ ഒരാളെ ഇടിച്ചാൽ നമ്മൾ നാട്ടുകാരറിയും, അത് വലിയ വിഷയമാവും, മാധ്യമങ്ങൾ അറിയും, പോലീസുകാർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ വനംവകുപ്പ് അങ്ങനെയല്ല. ഒരുത്തനെ കൊന്നു കുഴിച്ചിട്ട് മൂടി ആ കാട്ടിനകത്ത് മൂടിയാൽ പോലും ആരും ചോദിക്കാനും പോകില്ല. അത് അത്രയും നിഗൂഢമാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത്. എന്തോരം ആദിവാസികളെ ജയിലിൽ കിടക്കുന്നത്. ഒരു കോഴിക്കോട് ഒരു മരത്തിന്റെ തൊലി ചെത്തിയെടുത്ത ഒരു ആദിവാസിനെ അവർ ഉടനെ കൊണ്ടുപോയി അവർ റിമാൻഡ് ചെയ്തു. വനംവകുപ്പിന്റെ കോടതി അങ്ങനെയാണ്. അവർക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇടാം. അവർ നിയമം പാലിക്കുന്നവരല്ല. ഇത്രയും ആദിവാസികളെ പറ്റിച്ച് ഞങ്ങളെയൊക്കെ പറ്റിച്ച് എത്ര ഫണ്ടാണ് അവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചപ്പോൾ ഞങ്ങളുടെ ഇടയിലൊരു ഡോക്യുമെന്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 100 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെങ്കിലും ജയിലിലിടാനുള്ള വകുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും. ഞാൻ ഒരു തവണ ഇടമലക്കുടി പോയതേ ഉള്ളൂ. അവിടെ പോയപ്പോൾ 2012 പോയത്. അവിടെ എത്തിയപ്പം ആദിവാസികൾ കളക്ട് ചെയ്ത ഏലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ മറിച്ച് വിറ്റിട്ട് ആദിവാസി അത് മോഷ്ടിച്ചു എന്നാക്കിയിട്ട് ഭയങ്കരമായിട്ട് അവന് കൊന്നവിടെ ഇട്ടിരിക്കുവായിരുന്നു. വെച്ചാൽ ജീവനുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ എത്തിയ ശേഷമാണ് അവന് ഈ 31 കിലോമീറ്റർ നടന്ന് മുകളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഞാനത് ഇവിടെ മൂന്നാർ പിറ്റേ ദിവസം കയറിയ ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ് അങ്ങനെ എൻക്വയറി നടത്തി റേഞ്ച് ഓഫീസർ അടക്കം 3 വർഷം ജോലിയിൽ നിന്ന് മാറി നിന്നു. ഇത്രയും ക്രിമിനൽസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ നല്ല ആൾക്കാരുണ്ട്. ഇപ്പം റേഞ്ച് ഓഫീസ് അസോസിയേഷൻ ഈ സർക്കാരിൻ്റെ ഈ വനംവകുപ്പിന് കീഴിലുള്ള റേഞ്ച് ഓഫീസറുടെ അസോസിയേഷൻ ഞങ്ങൾക്ക് വളരെ ഉപകാരികളാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം ഞങ്ങളെടുത്ത് പറയും. ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. ആ റേഞ്ച് ഓഫീസർ അസോസിയേഷൻ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ബാക്കി ഒട്ടുമിക്കതും ഇതിനകത്ത് ഫേക്കാണ്. അവർക്ക് നിങ്ങൾ കണ്ടില്ല, ഒരുത്തനെ കിട്ടിയപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രതി എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ ഇങ്ങനെയൊക്കെ വേട്ടയാടിയ ചരിത്രമുണ്ടോ? വേട്ടയാടിയ ചരിത്രമുണ്ട്. നിങ്ങളും കണ്ടതല്ലേ, 1 മണിക്കൂറിലൊക്കെ 10ഉം 20ഉം ന്യൂസുകൾ ഇങ്ങനെ വീഡിയോ കൊടുക്കുന്നു. അതെങ്ങനെയാണ് ഈ ഇവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വീഡിയോ പോലും അതിനകത്തുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് പുറത്ത് ഇടുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇവൻ രക്ഷപ്പെടാൻ പറ്റൂല, പിന്നെ ഇത് കേസ് വേറെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരാണ് ഈ വനംവകുപ്പിനെ അഡ്വൈസ് ചെയ്ത്? ഇത് ഗൂഢാലോചനയാണ്. വനംവകുപ്പ് മന്ത്രി ഇതിന് ഉത്തരം പറഞ്ഞവർ ധാർമ്മികമായിട്ട് അദ്ദേഹം എടുത്ത സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. തള്ളുന്നുണ്ടല്ലോ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കത്തെ അദ്ദേഹം തള്ളുന്നുണ്ടല്ലോ. ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ അതുണ്ട്, ഇന്നത്തെ പരസ്യ പ്രതികരണത്തിലും അതുണ്ട്. കോടതി അത് ഇന്നല്ലേ പറഞ്ഞത്, ഇന്നല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ എന്തൊരു വൃത്തികെട്ട ബോഡി ലാംഗ്വേജ് ആയിരുന്നു. ഇവിടെ ദളിതന്റെ ആദിവാസിന്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ ശിക്ഷിക്കേണ്ടെന്നല്ല, തുല്യനീതി എല്ലാവർക്കും ഉള്ളത്. നീ പോയി മോഹൻലാലിന്റെ അദ്ദേഹം പോയി വനംവകുപ്പ് പോയിട്ട് മോഹൻലാലിന്റെ ആനക്കൊമ്പ് നോക്കട്ടെ, സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് നോക്കട്ടെ, മുകേഷിന്റെ പുലിപ്പല്ല് നോക്കട്ടെ. എന്തോരം ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയി എത്ര പേരുടെ കഴുത്തിലും ഇവർ പോയി അന്വേഷിക്കുമോ? കവടിയാർ കൊട്ടാരത്തിലല്ലേ ഇത്രയും? അതെന്താണ് ലൈസൻസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? എത്ര പേർക്ക് ഇവർ ഇതൊക്കെ കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് കൊടുത്തു? എന്തുകൊണ്ടാണ് വനംവകുപ്പ് ഇത്തരം ഈ മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ലൈസൻസ് കൊടുത്തതിന്റെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ അഡ്രസ് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? ഇവര് തന്നെ ഈ വനം കള്ളൻ എന്നൊക്കെ പറയുന്നത് ഇവര് തന്നെയാണ്. ശരി, താങ്കൾ തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ഇതൊരു നിയമപ്രശ്നം മാത്രമാണോ? ശ്രീ രാഹുൽ, ഞാൻ പറയുന്നത് കേൾക്കാമോ? പറയാം രാഹുൽ. എന്തായാലും വേടന് അനുകൂലമായി കോടതി വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. വേടന്റെ രാഷ്ട്രീയത്തിന്റെ നേരെ എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ വിപരീത ദിശയിൽ നിൽക്കുന്ന രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. പക്ഷെ വേടൻ എന്ന വളരെ പ്രതിഭയുള്ള കലാകാരനെ ഇഷ്ടമാണ്, ബഹുമാനമാണ്, വളരെ ശക്തിയുള്ള വരികളാണ്. ആദ്യം തന്നെ പല ചാനൽ ചർച്ചയിലും പങ്കെടുക്കാൻ ഞാൻ പറയുകയുണ്ടായി. വേടനടക്കം പ്രത്യേകിച്ച് ഡ്രഗ്സിന്റെ കാര്യത്തിൽ നേരത്തെ തമ്പി സാറ് പറഞ്ഞതുപോലെ ഒരു ചെറിയ ഗ്രാം പൊസിഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വേടൻ തന്നെ ക്ഷമ പറഞ്ഞു, ചേട്ടന് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. വളരെ സ്വാഗതാർഹമാണ്. വേടന് ഇത് കാരണം അവസരങ്ങൾ ഇല്ലാതാകുകയോ വേടന്റെ കരിയറിനോ വേടന്റെ പാട്ടിനോ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്യരുത്. വേടൻ അതിശക്തമായി തന്നെ മുമ്പോട്ട് വരണം. വ്യക്തിപരമായി വേടനെ എനിക്ക് വളരെ ഇഷ്ടവുമാണ്. വേടൻ പലപ്പോഴും വിശ്വാസിയായ പല അമ്പലങ്ങളിലടക്കം പോകുന്ന ഞാൻ കാണുന്നത് വളരെ സന്തോഷത്തോടെ കണ്ടിട്ടുണ്ട്. വേടൻ എന്നാൽ അതിശക്തമായ രീതിയിൽ പിന്നോക്ക വിഭാഗത്തിന്റെ രാഷ്ട്രീയം ശക്തമായി ഉയർത്തുന്ന വ്യക്തിയാണ്. കറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന വ്യക്തിയാണ്.
അംബേദ്കർജിയെക്കുറിച്ച് മഹാനായ അംബേദ്കർജിയെക്കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അപ്പം വേടൻ നമ്മുടെ പിന്നോക്ക ജനതയുടെ ചരിത്രത്തിൽ പലപ്പോഴും അരികു ചേർക്കപ്പെട്ടവരുടെ ഒരു ശബ്ദമാണ്. ആ ശബ്ദമായതുകൊണ്ട് നേരത്തെ ധന്യാജി പറഞ്ഞതുപോലെ തെറ്റെന്തെങ്കിലും ചെയ്താൽ നിയമം ശിക്ഷിക്കേണ്ടെന്നല്ല, പക്ഷേ ഇത്തരം കേസുകളിൽ ജാഗ്രത, ബോധവൽക്കരണം, താക്കീത് പോലുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ എല്ലാം വീട്ടിൽ ഈ ആനവാൽ മോതിരം അല്ലെങ്കിൽ ഈ പുലിപ്പല്ല് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരും തരികയോ മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഒരു വലിയ ക്രൈം അല്ല. ഇതൊക്കെ ഒരു പക്ഷേ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇവരൊക്കെ സെലിബ്രിറ്റികളാണല്ലോ, വേടൻ ഒരു ബിഗ് സെലിബ്രിറ്റിയാണ്, എസ്പെഷ്യലി ഒരു യൂത്ത് ഇൻഫ്ലുവൻസറാണ്. അങ്ങനെ ആരെങ്കിലും കൊടുത്തതായിരിക്കാം. രണ്ട്, നമ്മൾ ഈ വിഷയത്തെ ശ്രീ മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിയുടെയോ എല്ലാമായി അല്ലെങ്കിൽ ശ്രീ മുകേഷ് നായരുടെയോ എല്ലാമായി കൂട്ടിക്കെട്ടേണ്ട കാര്യം ഉണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. വേടനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ 99% ധന്യാജിയൊക്കെ അതിൽ അഭിമാനിക്കേണ്ടതാണ്. വേടന്റെ നിലപാടിനോടാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഭേദമന്യേ ആൾക്കാർ യോജിച്ചതും വേടനെ പിന്തുണച്ചതും. നമ്മൾ ഇതിലൊരു നായർ വേഴ്സസ് ദളിത് അല്ലെങ്കിൽ പിന്നോക്ക വേഴ്സസ് മുന്നോക്ക എന്നുള്ളൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. വേടനെയാണ് ബഹുഭൂരിപക്ഷം മുന്നോക്ക സമുദായത്തിലെ ആൾക്കാരും സപ്പോർട്ട് ചെയ്തത്. ഇപ്പം വേടൻ വേട്ടയാടപ്പെടരുത് എന്നത് കേരളത്തിന്റെ ബോധ്യമാണ്. അത് കേരളത്തിന്റെ അഭിമാനവും നമ്മുടെ എന്താ പറയുക പോസിറ്റീവായ നവോത്ഥാനത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും ഒക്കെ വലിയ ലക്ഷണവുമാണ്. വേടൻ ഒരിക്കലും വേട്ടയാടപ്പെടരുത്. എന്നാൽ കഞ്ചാവ് കേസിലടക്കം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ് ശക്തമായി മുമ്പോട്ട് വരണം. വേടൻ, ഷൈൻടോൺ ചാക്കോ, ശ്രീനാഥ് ഭാസി, ഖാലിദ് റഹ്മാൻ അടക്കമുള്ളവരെ പൂർണ്ണ അർത്ഥത്തിൽ തിരിച്ചു കൊണ്ടുവരികയും നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നിർത്തുകയും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കേരളീയ സമൂഹം അവരെ കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. വേടനോട് നമുക്ക് ആശയപരമായി സംവദിക്കാം, വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് സംവദിക്കാം. എന്നാൽ വേടൻ എന്ന യുവ പ്രതിഭയെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. വേടന്റെ ഏതൊക്കെയോ പരിപാടി ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു തുടങ്ങിയ വാർത്തകൾ മിനിഞ്ഞാന്നൊക്കെ കേൾക്കുകയുണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാടില്ല. വേടൻ ഇനിയും നമ്മുടെ മിനിസ്ട്രിയുടെ ഇതിലാണെന്ന് തോന്നുന്നു, കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. വേടൻ തീക്ഷ്ണമായി എഴുതണം. ആ തീക്ഷ്ണമായ കാര്യങ്ങളോട് നമുക്ക് സമ്മതിക്കാം. പക്ഷേ വേടനെ ഇന്ന് കേരളവും കോടതിയും ഒരേപോലെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വേടന്റെയും കേരളത്തിന്റെ പൊതു മനസ്സിന്റെ നന്മയാണ് എന്നുകൂടി നമ്മൾ കാണണം. അപ്പൊ നമ്മൾ ഇതിനിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം ആ വേടനോടൊപ്പം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ്. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. വേടനോട് പൂർണ്ണമായി ഐക്യദാർഢ്യപ്പെടും. പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഇന്ന് ഈ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ ചില പരാമർശങ്ങൾ അത് ശ്രദ്ധേയമാണ്. ഈ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്നറിയില്ല എന്ന് കോടതി ആ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നൊരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ വേടൻ പുലിയെ വേട്ടയാടി എന്നുള്ള പരാതി അത് വനം വകുപ്പിന് പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇതെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അവർ ഉന്നയിച്ച ആരോപണങ്ങളെ കോടതി എന്തുകൊണ്ട് തള്ളി എന്ന് ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട്? ഇതൊന്നും അറിയാത്തവരല്ലല്ലോ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. എങ്ങനെ ഒരു കേസിനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തവരല്ലല്ലോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അല്ല, പലപ്പോഴും നമുക്കറിയാം ഈ വനം വകുപ്പിന് ചില അധികാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ചില കേസുകളിൽ ചില ഷെഡ്യൂൾഡായിട്ടുള്ള അതിനകത്ത് ചില ഒഫൻസുകളുണ്ട്, ഷെഡ്യൂൾഡായിട്ടുള്ള ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ കൊല്ലുന്നത്, ഉദാഹരണത്തിന് സ്ഥിരമായി വനം വകുപ്പ് നമ്മുടെ നാട്ടിൽ എടുക്കുന്ന കേസുകൾ കാട്ടുപന്നിയെ കൊല്ലുന്നത് ഒഫൻസാണ്. അത് അതിൻ്റെ ഇറച്ചിക്ക് വേണ്ടി അതിനെ കൊല്ലുകയും അത്ര ഇറച്ചി മീറ്റ് കണ്ടെടുക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കേസെടുക്കാം. പക്ഷെ ഈ കേസിൽ ഒരു അവധാനതയോടെ അല്ല വനം വകുപ്പ് പെരുമാറിയെന്ന് നമുക്കത് റോവിങ് എൻക്വയറി ഒന്നും ആവശ്യമില്ല. പ്രൈമാ ഫെസി ഈ കേസ് പ്രഥമദൃഷ്ട്യാ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഒരു അവധാനത ഒട്ടുമില്ല. അതിന് ഏറ്റവും രസകരമായൊരു കാര്യം, ഈ എടുത്ത ഏത് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇത് എടുത്ത ഒരു ഉദ്യോഗസ്ഥനോടെ ഒരു ബൈറ്റ് ഞാൻ ടി വിയിൽ കാണുകയുണ്ടായി. അതായത് ഈ വേടനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് പുലിയുടെ തന്നെയാണോ വേടൻ്റെ കഴുത്തിൽ കിടത്തുന്ന മാല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്, ഞങ്ങൾക്കറിയാം എന്നാണ്. അങ്ങനെ അങ്ങനെയുള്ള എക്സ്പെർട്ടൈസ് ഒന്നും വിലപ്പോവില്ല കോടതിയുടെ മുമ്പിൽ. നിയമത്തിൽ വിശദീകരണം തേടുമെന്നാണ് വനമന്ത്രി പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. കാരണം പണ്ട് നമുക്കറിയാം ചാരായം രുചിച്ചും മണത്തും നോക്കി, ചാരായം ഒഫൻസ് നിരോധിക്കുന്നതിന് മുമ്പ് പോലും ഈ ചാരായം രുചിച്ചു പരിശോധിക്കില്ല. അവർ രുചിച്ചും മണത്തും നോക്കി ചാരായമാണെന്ന് പറയും. അത് വളരെ അസന്നിഗ്ധമായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം അങ്ങനെ രുചിച്ചും മനത്തും നോക്കിയിട്ടൊന്നും പറയാൻ കഴിയില്ല. പരിശോധനയില്ല, ശാസ്ത്രീയമായ പരിശോധനയില്ലാതെ അത്തരത്തിലെ ഒരു ഡ്രഗിനെയും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അതേ പ്രിൻസിപ്പിൾ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. കാരണം
ഇതൊരു ഈ പറയുന്ന പുലിപ്പല്ല്, അതാണ് ഈ ഒഫൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് പുലിപ്പല്ലാണോ അല്ലയോ എന്ന് പോലും പ്രൈമാഫേസി തെളിയിക്കാതെ, പ്രൈമാഫേസി തെളിയിച്ചാലേ ഒരു ഒഫൻസ് തന്നെ നിൽക്കുകയുള്ളൂ. അതാണ് ശരിയായ രീതിയിൽ കോടതി പറഞ്ഞത്. കാരണം ഒരു പ്രൈമാഫേസി ഒരു ഒഫൻസ് പോലും ഇല്ലാത്ത ഒരു കാര്യത്തിലാണ് സംസ്ഥാനത്തൊട്ടാകെ പ്രശസ്തനായ ഒരു കലാകാരനെ പരസ്യമായി അറസ്റ്റ് ചെയ്ത് പരസ്യമായി വിഴിപ്പലക്കി ഇത്തരത്തിൽ കൊണ്ടുനടന്ന് കോടതി മുമ്പാകെ ഹാജരാക്കി. അപ്പോൾ ഇത് അയാൾ അനുഭവിച്ച ആ ട്രോമ, അയാൾ അനുഭവിച്ച ആ മനോവേദന, ഇതൊക്കെ ആര് സമാധാനം പറയും? വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ലിബർട്ടി. ഇപ്പോൾ ഞാനായിക്കോട്ടെ, അങ്ങായിക്കോട്ടെ, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുമായിക്കോട്ടെ, ഏതു വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ലിബർട്ടിയാണ്. ആ പേഴ്സണൽ ലിബർട്ടിയെ കർട്ടയിൽ ചെയ്യുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ അറസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അറസ്റ്റ് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന്. എന്നാൽ അറസ്റ്റ് സംബന്ധിച്ച ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇത്തരത്തിലുള്ളൊരു ഒഫൻസ് വന്നപ്പോൾ തന്നെ, അതിൽ വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ ആ കേസിൽ ജാമ്യത്തിലിറങ്ങുമെന്ന് മനസ്സിലായപ്പോൾ യാതൊരു പ്രൈമാഫേസി എവിഡൻസും ഇല്ലാതെ, യാതൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനും നടത്താതെ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഈ പുലിപ്പല്ല് സാങ്കേതികമായ പരിശോധന റിപ്പോർട്ട് പോലും ലഭിക്കാതെ, യാതൊരു അവധാനതയും ഇല്ലാതെ നടത്തിയ ഒരു നാടകമായി വേണം ഇതിനെ കാണാൻ. അത് വളരെ അർഹിക്കുന്ന അവജ്ഞയോടെ കേരള സമൂഹവും എന്താ പറയുക, അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിലെ കോടതി അത് ശരിയായ രീതിയിൽ അത് സംബന്ധിച്ചുള്ള വിധി വന്നു എന്നുള്ളത് ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വളരെ അഭിമാനകരവും വളരെ ആഹ്ലാദകരവുമാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഈ വേടൻ എന്ന് പറയുന്ന ആളിനെ മജിസ്ട്രേറ്റ് കോടതി മുമ്പ് ഹാജരാക്കിയപ്പോൾ സ്വാഭാവികമായും ഫോറസ്റ്റിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാകും. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് അയാളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു പ്രതിയെ കോടതി മുമ്പായി ഹാജരാക്കുമ്പോൾ അതുവരെയുള്ള അന്വേഷണത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഒരു റിപ്പോർട്ടായി ഹാജരാക്കണം. അതിനാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത്, അതിൻ്റെ ലാസ്റ്റ് പോർഷൻ പറയും, എക്സൈസ് ആയാലും പോലീസ് ആയാലും ഫോറസ്റ്റ് ആയാലും പറയും അയാളെ ഇനിയും കസ്റ്റഡിയിൽ വേണോ. അപ്പോൾ ഇനിയും കസ്റ്റഡിയിൽ വേണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനെ അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതെല്ലാം തള്ളിക്കറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്തുവെന്ന് മാത്രമല്ല, പ്രൈമാഫേസി കേസ് പോലും പ്രഥമദൃഷ്ട്യാ പോലും നിലനിൽക്കുന്ന കേസല്ല ഇത് എന്നുള്ള വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ഈ വേടന് ജാമ്യം നൽകി എന്നുള്ളത് വളരെ എന്താ പറയുക, വളരെ നല്ല ഒരു നോട്ടാണ് നമ്മൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ പങ്കുവെക്കുന്നത്. തീർച്ചയായും അത് വ്യക്തവുമാണ്. ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ ഈ യുവതിയുടെ ഒരു ആഘോഷം മാത്രമല്ല ഈ വേടൻ, അദ്ദേഹത്തിൻ്റെ പാട്ട്, അദ്ദേഹം പറയുന്നത്, അവിടെ വരുന്ന ബിംബകൽപ്പനകൾ, അങ്ങനെ അതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് വേർതിരിവുകൾക്കെതിരെ, മതിൽക്കെട്ടുകൾക്കെതിരെ അതിനെയൊക്കെ പൊളിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യാനം വരുന്നത്. ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ പൊള്ളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാകുന്നുണ്ടോ ഇപ്പോൾ വരുന്ന വിവാദങ്ങളും സംഭവവികാസങ്ങളൊക്കെ? ശ്രീമതി ധന്യ. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയേ, ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരിപാടി വെച്ചാൽ കൗമാരക്കാരും യൂത്തുമായിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അങ്ങനെ പങ്കെടുക്കുന്നില്ല. പാർട്ടി പരിപാടികൾക്ക് പോലും അങ്ങനെ പങ്കെടുക്കുന്നില്ല. ആ സ്ഥാനത്താണ് വേടൻ വന്ന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം പറയുകയും ആ പാട്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കാനായിട്ട് മനുഷ്യരുണ്ടാകുന്നു. ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് ഞാൻ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആൾക്കാർ വേദിയിൽ ഇങ്ങനെ വേദി ഇളകി മറിഞ്ഞ് അദ്ദേഹത്തെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ആരും ഇത്രയും കണ്ടിട്ടില്ല. വേടൻ അതുപോലെ യൂത്തിൻ്റെ സപ്പോർട്ട്, കുട്ടികളുടെ സപ്പോർട്ട്, കൗമാരക്കാരുടെയും 25-നും 30-നും ഇടയിലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് അടിയുന്നത്. എന്നോട് ഇവിടെ പോലീസ് ഇവിടെ ട്രിവാൻഡ്രം സിറ്റിയിൽ വന്നപ്പോൾ പോലീസുകാരനെ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ആകെ പെട്ടുപോയി, കാരണം ഇത്രയും ആൾക്കാർ വന്നിങ്ങനെ കൂടുന്നു വിചാരിച്ചില്ല. അതൊരു പിന്നെ വന്ന് എല്ലാവരും കൂടി ഇത്രയും തിക്കും തിരക്കിയപ്പോഴത്തേക്കും അതിനകത്ത് അപകടം സംഭവിച്ചു എന്ന് അങ്ങനെ എൻ്റെ അടുത്ത് ACP പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തോക്കണം, ഇത്രയും ആൾക്കാർ കൂടുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ആൾക്കാരെ കൂട്ടാൻ പറ്റുന്ന ഒരാളെ ഇവിടുത്തെ പലർക്കും പേടിയാണ്, ഭയമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട ഇതിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഒരു ആളെ കൂട്ടൽ അത് കണ്ട് പലർക്കും അതിനെ ഭയക്കുന്നുണ്ട്. കാരണം പുതിയൊരു രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വരുമോ എന്നുള്ള പേടിയാണ്. കാരണം നിങ്ങൾ ഓർക്കണം, ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുപോലത്തെ മനുഷ്യരാണ് അവിടെ വന്ന് ഇത് മനസ്സിലാക്കി അത് കേൾക്കുന്നത്. അദ്ദേഹത്തോട് സംവദിക്കുന്നത് അത്രയും മനുഷ്യരാണ്.
അപ്പം അതിനെ ഭയക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അതൊരു ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അതും ഇതിനൊരു റീസൺ ആയിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. കൃത്യമായിട്ട് ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കണം, മധു കൊല ചെയ്യപ്പെട്ടപ്പം ആ മധുവിനെ കൊന്നിട്ട് കൊല്ലാനായിട്ട് ആ ഗുഹയെ കൊണ്ടുപോയ അവിടം തൊട്ട് 4 മണിക്കൂറാണ് അവർ നടന്നത് ഈ ജംഗ്ഷൻ വരെ. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് മധുവിനെ അന്ന് ഇത് തല്ലിക്കൊന്നത്. പക്ഷെ കോടതിയിലെത്തിയപ്പോൾ ഒരൊറ്റ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് ഇല്ലായിരുന്നു. സാക്ഷികളായിട്ടുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം കൂറ് മാറിക്കളഞ്ഞു. അപ്പോൾ അവരൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് 50 ലക്ഷം 1 കോടിയൊക്കെ വാങ്ങിച്ച് കേസ് അതായത് ഇഷ്ടകാലം അവർക്ക് ജോലി വേണ്ട, ആ ജോലി വേണ്ടാതെ അവർ ഈ അത്രയും പൈസ വാങ്ങിച്ചിട്ടാണ് ഒഴിവായി പോയത്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഈ സിസ്റ്റമൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ വളർന്നു വരാനായിട്ട് ഒരിക്കലും ആരും സമ്മതിക്കില്ല. ഈവൻ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അവർക്കറിയാം അടുത്ത മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണം, അവനെ മാത്രമേ ഒരു രാഷ്ട്രീയത്തിലായാൽ പോലും വളർത്തുള്ളൂ. അല്ലാത്ത ഒരാളെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ പക്ഷേ ധന്യ ഈ വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണയുണ്ട് കേട്ടോ. ധന്യ അത് കേട്ടതുമാണല്ലോ. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, കോൺഗ്രസിന്റെ നേതാക്കൾ, അതാണ് ന്യൂസ് എല്ലാവരും അതെ കോൺഗ്രസ് അതെ കോൺഗ്രസ് നേതാക്കൾ സപ്പോർട്ട് ചെയ്തു. ഇന്നലെ MV ഗോവിന്ദ മാസ്റ്ററോട് സംസാരിച്ചിരുന്നു. മാസ്റ്റർ ഞങ്ങളോട് ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. സത്യത്തിൽ മാസ്റ്ററോട് പുന്നല ശ്രീകുമാർ സാർ ഇടപെട്ട ശേഷവും മാസ്റ്റർ സംസാരിച്ച ശേഷവും മാസ്റ്ററോട് ഇന്നലെ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഇതിനകത്തൊരു ഇത് പോസിറ്റീവായിട്ട് വരും എന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നത്. അദ്ദേഹത്തോട് അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേടനെ ആവശ്യമുണ്ട്, വേടൻ ഇവിടെ വേണം എന്ന് MV ഗോവിന്ദ മാസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായത്. അതുപോലെ ഈ ഒരുപാട് ആൾക്കാർ വിദേശത്തുനിന്നും UK നിന്നും US നിന്നും ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് സത്യത്തിൽ അത്ഭുതമാണ്, ഇങ്ങനെയും മനുഷ്യർ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഞാനൊരു ചർച്ചയ്ക്ക് ശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എത്ര സ്റ്റേജ് വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കും, നിങ്ങൾ വേടനോട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി തരണം, ഇവിടെയൊക്കെ അവർ വരട്ടെ, ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആയാലും ഞങ്ങൾ എടുക്കുക. അതൊക്കെ ഞങ്ങളുടെ ഈ ഒരു സമൂഹത്തിന് കിട്ടുന്ന ഒരു പിന്തുണയായിട്ടാണ് ഞാൻ കാണുന്നത്. കലാഭവൻ മണിച്ചേട്ടന് കിട്ടിയ പോലെ തന്നെ ആ ഒരു സപ്പോർട്ട് എല്ലാ പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും, ചില മാധ്യമങ്ങൾ മാത്രമേ പക്ഷേ എസ്പെഷ്യലി ന്യൂസ് 24 ഒക്കെ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളെടുത്ത് കൃത്യമായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ സ്പേസും തന്നു. വളരെ പോസിറ്റീവായിട്ട് അവർ കാര്യഗൗരവത്തോടെ അതിനെ കാണുകയും ചെയ്തു. ഞങ്ങളെ ഒന്നും മാനസികമായിട്ട് ഞങ്ങൾക്ക് ഭയമുണ്ട്, ഞങ്ങൾ എത്ര ഭയക്കണം, എന്തിനെല്ലാം ഞങ്ങൾ ഭയക്കണം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഈ ഭൂമിയുടെ അവകാശികൾ പോലും അല്ലാത്ത മനുഷ്യരാണ് ഞങ്ങൾ. ഒരു കരമടച്ച റെസിപ്റ്റ് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ഇല്ലാത്ത മനുഷ്യരാണ്. ഈ ചേരികളിലും കോളനികളിലും ജീവിക്കുന്ന മനുഷ്യരുടെ ഈ ലാൻഡ് ടാക്സിന്റെ കോപ്പിയൊന്നും ഒന്നിനും ഉപകരിക്കൂല. അത് ആരും അക്സെപ്റ്റ് ചെയ്യൂല, ഒരു ബാങ്ക് പോലും അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന അവനൊരു തെറ്റുപറ്റിപ്പോയത് ശരിയാണ്. അവനത് കള്ളം പറഞ്ഞില്ലല്ലോ. മോഹൻലാൽ ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പോകേണ്ടി വന്നില്ലല്ലോ. അദ്ദേഹത്തിന് വലിയ 5 ആനക്കൊമ്പാണ് അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെ പേരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ പോകുമ്പോ അങ്ങനെയല്ല നോക്കും, അവനെ ദൃശ്യതയോടെ വലിച്ചിഴക്കുകയായിരുന്നു. സത്യത്തിൽ രാഹുൽ ഈശ്വറും പ്രിയദർശൻ സാറും ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അതിനെ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. തുടരുക ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളിലേക്കാണ് ഇപ്പോൾ. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ധന്യ പറഞ്ഞതിൽ മറുപടി പറയാം. അതിനൊപ്പം തന്നെ ഈ നിറം, ജാതി, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സൂക്ഷ്മ തലങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് നമ്മുടെ മുൻപിൽ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ചീഫ് സെക്രട്ടറി അടുത്ത കാലത്ത് മുൻ ചീഫ് സെക്രട്ടറി നടത്തിയ ചില തുറന്നു പറച്ചിലുകളൊക്കെ താങ്കളുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി രൂപപ്പെട്ട ഒന്നാണ് നമ്മുടെ സമൂഹം എന്നുള്ള യാഥാർത്ഥ്യം. ആ ബോധത്തിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ടോ രാഹുൽ? ഡോക്ടർ ഉന്മേഷ്, ധന്യാജിക്ക് ഒരു മറുപടിയല്ല, ധന്യാജി പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാനിപ്പം ദുബായിലാണ്. ഇപ്പൊ ഇവിടെ തന്നെ പല ആൾക്കാരും ഈ വേടന്റെ വിഷയത്തിലൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേർക്ക് വേടനോട്, എനിക്ക് വേടൻ വളരെ പോപ്പുലർ ആണെന്ന് അറിയായിരുന്നു, പക്ഷേ എല്ലാ മലയാളികൾക്കിടയ്ക്കും ഇത്ര പോപ്പുലർ ആണെന്ന് ഞാനും റിയലൈസ് ചെയ്ത് ദുബായിലെ മലയാളികൾ പോലും വേടന്റെ കാര്യം വന്ന് സംസാരിക്കുകയും അതിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് വേടന് പൂർണ്ണ പിന്തുണയുണ്ട്. വേടനും നമ്മുടെയാണ്, മോഹൻലാലും നമ്മുടെയാണ്, സുരേഷ് ഗോപി നമ്മുടെയാണ്, മുകേഷ് നായരും നമ്മുടെയാണ്. അപ്പോൾ ഇവരെ തൽക്കാലം മാറ്റി നിർത്തി സ്പ്ലിറ്റ് ചെയ്യണ്ട. ഇനി 2 ചരിത്രപരമായി നമ്മുടെ ഇടയിൽ ജാതി അടക്കമുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്, ഇല്ലെന്ന് കള്ളം പറഞ്ഞിട്ട് എന്താ കാര്യം? വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിനക്കൊക്കെ വട്ടാണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. ചരിത്രപരമായി അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. കറുത്ത തുലിയോട്, പിന്നോക്ക ജാതിക്കാരോട്. നമ്മളെ അതിൽ നിന്ന് നന്നാക്കാൻ വന്നവരാണ് മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും വിവേകാനന്ദ സ്വാമിയും തമിഴ്നാട്ടിൽ പെരിയോർ രാമസ്വാമി നായിക്കരും സവർണ ജാഥ നടത്തിയ വന്നത്വനാഭനും ചട്ടമ്പി സ്വാമിയും ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനും അല്ലെങ്കിൽ തൈക്കാട് അയ്യാഗുരുവും
വൈകുണ്ഠസ്വാമിയും അടക്കമുള്ളവർ. അപ്പം നമ്മുടെ ചരിത്രത്തിൽ ഈ ജാതീയത ഒരു ഇഷ്യൂ ആണ്. ജാതിയല്ല, സമുദായം എന്നും കാണും, പക്ഷെ ജാതീയത എന്ന് പറഞ്ഞൊരു ശ്രേണീബദ്ധമായ പ്രശ്നം നമ്മുടെ ഇടയിലുണ്ട്. അതിനെ നമ്മൾ ഇനിയും അതിജീവിക്കണം. നേരത്തെ മണിച്ചേട്ടന്റെ കാര്യം പറയുകയുണ്ടായി. മണിച്ചേട്ടന്റെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ ശ്രീ കലാഭവൻ മണിയുടെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരം ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. കാര്യം അദ്ദേഹത്തിന് മനോഹരമായ ഒരുപാട് രസകരമായ സോങ്സും ഉണ്ട്. അപ്പം നമുക്ക് ഒരുമിക്കാൻ കഴിയുന്ന ഒരുപാട് സാംസ്കാരിക ദേശീയ ബിന്ദുക്കളുണ്ട്. അതിന്റെ റിയലൈസേഷൻ വേണം. അപ്പൊ നമ്മുടെ സന്താൾ വിഭാഗത്തിൽ നിന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ഉള്ളത്. സന്താൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം, നമ്മുടെ ഏറ്റവും പ്രിമിറ്റീവ് വിഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പം ചരിത്രത്തിന്റെ നമ്മുടെ തെറ്റുകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തണ്ട. ഈ വേടൻ വരുമ്പോ അപ്പുറത്തൊരു മോഹൻലാലിന് ദ്വന്ദ്വം ഉണ്ടാക്കണ്ട. വേടൻ വരുമ്പോ അപ്പുറത്ത് ശ്രീ സുരേഷ് ഗോപിക്ക് ഇല്ലേ എന്നൊരു ദ്വന്ദ്വം ഉണ്ടാക്കണ്ട. വേടനും മികച്ച റാപ്പറാണ്, സുരേഷ് ഗോപി മികച്ച കലാകാരനും സാമൂഹ്യ പ്രവർത്തനവുമാണ്, ലാലേട്ടൻ നമ്മുടെ എല്ലാം, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമാണ്. അപ്പൊ ഇവരെ നമ്മൾ ഒരു പ്രത്യേക കള്ളിയിലാക്കി ഈ ഒരു ദ്വന്ദ്വം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിക്കണ്ട. നാളെ ശ്രീ സുരേഷ് ഗോപിയുടെ ഈ പുലിനഹത്തിന്റെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയിൽ വനം വകുപ്പ് കേസെടുത്താലും എനിക്ക് ഉറപ്പുണ്ട് ശ്രീമതി ധന്യാരാമൻ ഇതേ ശക്തിയോടെ ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടിയും സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാൾ ശ്രീ വേടന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ആനക്കൊമ്പാണെങ്കിലും പുലിനഖമാണെങ്കിലും നമുക്കൊക്കെ ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നതല്ലേ, അല്ലാതെ വേടൻ കാട്ടിപ്പോയി പുലിയോട് മല്ലിട്ട് മറ്റേ പണ്ട് ശിവാജിയും ടിപ്പു സുൽത്താനും ഒക്കെ ചെയ്യുന്ന പോലെ പുലിയെ തോപ്പിച്ചോ സിംഹത്തെ തോപ്പിച്ചോ ഒന്നും കൊണ്ടുവരുന്നതല്ലോ. ഇപ്പൊ ആമസോണിൽ ഡോക്ടർ ഉന്മേഷ് എടുത്തു നോക്കിയാൽ മതി, ആമസോണിൽ നോക്കിയാൽ 250-നും 3500 രൂപ വരെയുള്ള റേഞ്ചിൽ ഒരുപാട് ഈ പുലിനഖം അടക്കമുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അവിടെയാണ് ഒരു കാര്യം ശ്രീമതി ധന്യാരാമൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. പ്രിയദർശൻ തമ്പി സാറും അത് പറഞ്ഞു. അമ്മ ശ്രീലങ്കൻ വംശജയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ല. ഞാനും വളരെ സർപ്രൈസ്ഡായി, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അമ്മ ശ്രീലങ്കൻ വംശജയും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും പറയരുത്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. അംബേദ്കർജി തന്നെ പറയുന്നുണ്ട്, വി ആർ ഫസ്റ്റ്ലി ഇന്ത്യൻസ്. നമ്മൾ ആദ്യം ഇന്ത്യക്കാരാണ്. നമുക്ക് നമ്മുടേതായ സ്വത്വമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, പ്രദേശമുണ്ട്, വിഭാഗമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരായി നിന്ന് ചിന്തിക്കണം. ആ ഇന്ത്യക്കാരെന്ന രീതിയിൽ വേടന് അനീതി നേരിട്ടപ്പോ അങ്ങ് ഡോക്ടർ ഉന്മേഷ് ശ്രദ്ധിച്ചു കാണും, 99% പേർ, 1% എല്ലാത്തിലും കാണുമല്ലോ, 99% കേരളവും വേടനെയാണ് സപ്പോർട്ട് ചെയ്തത്. വേടന് കൂർലോസ് തിരുമേനി അടക്കമുള്ള വളരെ ആദരണീയനായ ക്രിസ്ത്യൻ സഭയുടെ പിതാവാണ്. മാർ കൂർലോസ് തിരുമേനി അടക്കം അതിശക്തമായി വന്നു, ബ്രിട്ടാസാർ അടക്കമുള്ളവർ വന്നു. തീർച്ചയായും രാഹുൽ, പക്ഷേ രാഹുൽ, ആ പിന്തുണ എങ്ങനെ രൂപപ്പെട്ടു എന്നത് ചോദ്യമല്ലേ? കാരണം ഈ നിയമം ഒരേ രീതിയിലല്ല എല്ലാവരിലും പ്രവർത്തിച്ചത് എന്നുള്ള ബോധ്യം കൂടിയാണല്ലോ ആ പിന്തുണയ്ക്ക് പിന്നിലുണ്ടായത്. രാഹുൽ, അവിടെയാണ് പ്രിയദർശൻ നമ്പി സാറ് പറഞ്ഞതുപോലെ നമുക്ക് വനം വകുപ്പിനോടും കൂടി, ഇന്നലെ വനംവകുപ്പിന്റെ ഒരാളോട് ഞാൻ ചർച്ച ചെയ്തിരുന്നത്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ മറ്റേ ഡ്രഗ്സിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും യോജിപ്പുണ്ട്, എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം. ഒരു പുലിദഹം കിടന്നു എന്ന് പറഞ്ഞാൽ താക്കീതോ ശാസനയോ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഇന്ത്യ സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, അന്താരാഷ്ട്ര കരാറിൽ. അപ്പൊ ഈ പുലി, സിംഹം, ആന, കടുവ അടക്കമുള്ളവരുടെ ശരീര അവയവങ്ങളുടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ട്. ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒരാൾ പുലിനഹം തന്നു അല്ലെങ്കിൽ ആനക്കൊമ്പ് തന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് വീട്ടിൽ കൊണ്ടുവെക്കും, അല്ലാതെ വഴി കളഞ്ഞിട്ട് വരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ബോധവൽക്കരണമാണ് വനം വകുപ്പ് നടത്തേണ്ടത്. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അകാരണമായ തിടുക്കമുണ്ടെന്ന് ധന്യാജി പറഞ്ഞതിന്റെ വിമർശനം വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ പൊതുസമൂഹം എടുക്കണം. അത് പാടില്ല. അത് നമ്മുടെ സ്റ്റേറ്റിനെ ദുർബലപ്പെടുത്തും, നമ്മുടെ ഏജൻസികളെ ദുർബലപ്പെടുത്തും. അപ്പം വേടനെതിരെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് തെളിയിക്കേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ അല്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വനം വകുപ്പിന് തന്നെയാണ്. ഇനിയും ഇത്തരം കേസുകളിൽ തമ്പിസാർ നേരത്തെ പറഞ്ഞ അവധാനത, കൃത്യത, സൂക്ഷ്മത, അതിനുള്ള പാകത തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി തന്നെ അവർ ചിന്തിക്കണം. അത്തരത്തിൽ എടുത്തു ചാടി ഒരു നടപടിയിലേക്ക് പോകരുത്. എന്നാൽ വേടനും നേരത്തെ ഞാൻ ഇനി ഒരു ആലങ്കാരികമായി പറയുകയാണ്, കേരള സമൂഹത്തിന്റെ ഒരു മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതേതര സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖാലിദ് റഹ്മാനും ശ്രീനാഥ് ഭാസിയും ഷൈൻ ചാക്കോയും വേടനും ഇവർക്കെല്ലാം ഈ രീതിയിൽ മറ്റേ ദൗർഭാഗ്യവശാൽ ഈ ഡ്രഗ്സ് കേസിൽ ഏർപ്പെട്ടു. അപ്പൊ നമുക്ക് കുറെ കോമൺ പ്രശ്നങ്ങളുണ്ട്. ഡ്രഗ്സ് നമ്മുടെ ശത്രുവാണ്, പക്ഷെ അതിൽ പെട്ടുപോകുന്നവർ തിരിച്ചു കൊണ്ടുവരേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വനം വകുപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിയമം ഉണ്ടെങ്കിൽ നമ്മൾ നിയമം അനുസരിക്കണം. പക്ഷേ അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് വേണ്ടത്. ജയിലിൽ ഇടുക, ഒരു കേസ് ജാമ്യം കിട്ടുമ്പോൾ പുറകെ പോയി അടുത്ത കേസ് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത്. എന്തായാലും വേടൻ ഇതിൽ നിന്ന് കൂടുതൽ ശക്തിയുക്തം ഉയർന്ന് തിരിച്ചു വരട്ടെ. വേടന് കുറെ കൂടെ മെച്ചമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ മെച്ചമായ രീതിയിൽ പോസിറ്റീവായ രീതിയിൽ, കൂടുതൽ പോസിറ്റീവായി, കൂടുതൽ പ്രാഗൽഭ്യത്തോടെ ഇടപെടാൻ കഴിയും. ശരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയിലേക്കാണ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഈ കോടതിയുടെ കൂടുതൽ പരാമർശങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇത് ഏതെങ്കിലും ദുരുദ്ദേശത്തോടെ ഈ പുലിപ്പല്ല് കൈവശം വെച്ചതാകണമെന്നില്ല എന്ന കോടതിയുടെ ആ ഉത്തരവിൽ അത് എടുത്തു പറയുന്നുണ്ട്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്, താങ്കൾക്ക് അറിയാമല്ലോ. ദുരുദ്ദേശം ഉണ്ടാകില്ല എന്ന സാധ്യത, അതോടൊപ്പം തന്നെ ഇത് മനഃപൂർവ്വമാകണമെന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഉത്തരവുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയോട് ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്നുണ്ട് അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു എന്ന്. അപ്പോൾ അതെങ്ങനെ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കണമായിരുന്നു അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ അവധാനത?
അല്ല, ഇവിടെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമുക്കറിയാം, ഈ കലാകാരന്മാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ശ്വാസവും വായുവും പോലെയാണ്, ഇതെല്ലാം പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും മമ്മൂട്ടി, എത്രയോ പ്രായത്തിൽ മൂത്ത മമ്മൂട്ടിയെ മമ്മൂട്ടി എന്ന് വിളിക്കുന്നതും മോഹൻലാലിനെ മോഹൻലാൽ എന്ന് വിളിക്കുന്നതുമെല്ലാം. അല്ല, അത് നമ്മുടെ സ്വത്താണ്. വേടനും ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുസരണമായി കലാകാരന്മാർ യുവതയെ ആവേശം കൊള്ളിക്കാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ വി സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങൾ ആവേശമായിരുന്നു, അത് മാറി. ഇന്ന് വേടൻ, ഒരു സംശയവും വേണ്ട, വേടൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ യുവതയുടെ ആവേശമാണ് വേടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ്, ഇതുപോലൊരു കേസെടുത്തു, വേടൻ എന്ന് പറയുന്ന ഒരാൾ ആരുമായിക്കോട്ടെ ഒരു കേസെടുത്തു. അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുത്ത സ്ഥിതിക്ക് പോലീസിന് വനം വകുപ്പിന് കേസെടുക്കാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറയില്ല. കേസെടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല, ഒരു കാരണവശാലും കാര്യമില്ല. ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ഒരു ചോദ്യം ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാം. ഒരു പോലീസ് വനം വകുപ്പ് ഓഫീസിലേക്ക് ഈ വേടനെ വിളിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് താങ്കളുടെ കഴുത്തിൽ ഈ മാല വന്നത്, ആരാണ് തന്നത്, എന്തിനാണ് തന്നത്, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കുക. ആ വിട്ടയച്ചിട്ട് പിന്നീട് അന്വേഷണം നടത്തി എന്തെങ്കിലും മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മോഹൻലാലിൻ്റെ കേസിലായാലും ശരി ഒക്കെ അത് അങ്ങനെയല്ലേ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലാതെ തന്നെ ഒരു കേസിൽ കേട്ടപ്പോൾ തന്നെ, പണ്ട് കോന്തൻ കൊല്ലത്ത് പോയി എന്ന് പറയുന്നത് പോലെ, കേൾക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രാഥമിക പരിശോധനയും നടത്താതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഒട്ടും അവധാനതയോടെ അല്ല എന്ന് മാത്രമല്ല, റെക്ലെസ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് വനം വകുപ്പ് കാട്ടിയത്. അവർ റെക്ലെസ് എന്ന വാക്കുകൾ ഒന്നും പറഞ്ഞാൽ പോരാ, അത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു ആക്റ്റാണ്. മാക്സിമം അവർക്ക് ചെയ്യാവുന്നത് ഒരു കേസെടുത്തെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം അവർക്ക് അന്വേഷിച്ച് ആ കേസ് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോടതി പറഞ്ഞതുപോലെ ഈ കേസിൽ പുലിപ്പല്ലാണെങ്കിൽ പോലും, ഞാൻ ആ എക്സ്റ്റെൻറ്റിലേക്ക് പോവുകയല്ല, പുലിപ്പല്ലാണെങ്കിൽ പോലും ഈ ഒഫൻസ് നിൽക്കുമെന്നൊക്കെയുള്ള സംശയമാണ്. കാരണം ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണെങ്കിൽ, ഇൻ്റൻഷൻ അല്ലാതെയാണെങ്കിൽ അത് നിൽക്കില്ല ഒഫൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഒഫൻസിൽ ഇത് പുലിപ്പല്ല ആണോ അല്ലയോ എന്ന് പോലും സംശയമുള്ള ഒരു സാഹചര്യത്തിൽ അത് പ്രാഥമിക പരിശോധനയ്ക്ക് പോലും അയക്കാതെ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു ആളിനെ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് എങ്ങനെ നമ്മൾ എനി വ്യൂ ഓഫ് ദി മാറ്റർ, എങ്ങനെ ഈ പ്രശ്നത്തെ ഏത് കോണിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചാലും ശരി, അതിൽ ഒരു എന്താ പറയുക, ഒരു ന്യായീകരണത്തിൻ്റെ എന്ന് മാത്രമല്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കണിക പോലും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകളെ, വനം വകുപ്പിലെ ഇത്തരത്തിലുള്ള ആളുകളെ ജുഡീഷ്യൽ അക്കാഡമിയിലോ അല്ല വനം വകുപ്പിൽ എന്തെങ്കിലും അക്കാഡമിയിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധിതമായി 2-3 വർഷം അവർ ജോലി മാറ്റി നിർത്തിക്കൊണ്ട് അവർ ക്ലാസ് എടുത്ത് അവരെ മനസ്സിലാക്കണം. കാരണം ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പല പോലീസിൽ മാത്രം, വനം വകുപ്പിൽ മാത്രമല്ല, പോലീസിലുണ്ട് തിരക്കാർ, എക്സൈസിലുണ്ട് തിരക്കാർ. ഈ പറയുന്ന സർവീസിൽ കയറിയാൽ പിന്നെ ഇതിനെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ അറസ്റ്റിൻ്റെ സുപ്രീം കോടതി ഗൈഡ് ലൈനെ കുറിച്ചോ ഒന്നും മനസ്സിലാക്കാതെ ഈ കാക്കിയുടെ ബലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരക്കാരെ അവരെ പാഠം പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇത് നാളെയിലെ നമ്മുടെ നീതിന്യായ രംഗത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൻ്റെ വഴിത്താരയിൽ വഴിവിളക്കായി മാറുകയുള്ളൂ. അവർക്ക് നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നാളെയും ആവർത്തിക്കും. ഇതിനെ നടപടിയെടുത്തില്ലെങ്കിൽ നാളെയും ആവർത്തിക്കും. കാരണം വേടൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം വേടൻ പ്രശസ്തനായതുകൊണ്ട് ചിലപ്പോൾ ഇത് പുറത്തു വന്നതായിരിക്കണം. ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി ഉണ്ടാകാറുണ്ട്. ഇത് പാടില്ല. ഇത് ശരിയായ നടപടിയല്ല. ഒരു സമൂഹത്തിലെ ഒരു സിറ്റിസണിന്, നമ്മുടെ ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ സിറ്റിസണിനും ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളുണ്ട്, റൈറ്റ്സ് ഉണ്ട്. പേഴ്സണൽ ലിബർട്ടി അവരുടെ അവകാശമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങളുടെ മേൽ കടക്കൽ കത്തിവെക്കാൻ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവകാശമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഭരണഘടന നമുക്ക് നൽകുന്ന ഉദാത്തമായ അവകാശമാണ്, ഓരോ പൗരനും നൽകുന്ന അവകാശമാണ്. അത് വേടൻ്റെ കാര്യത്തിൽ നഗ്നമായി ലംഘിച്ചു എന്ന് പറയാതിരിക്കാനാവില്ല. അത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ പേരിലാണ് അവർ ചെയ്തത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ്. ഒരു സംശയവും വേണ്ട, ദുരൂഹം തന്നെയാണ്. അത് ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ ഇതിന് ശേഷമുണ്ടായ പ്രതികരണങ്ങൾ അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മുഖ്യമന്ത്രി, വനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ ഏത് നിലയ്ക്ക് പരിശോധിച്ചാലും അവിടെ വേടന് പിന്തുണയുണ്ട്. ഒരു അനാവശ്യ തിടുക്കം വിഷയത്തിൽ ഉണ്ടായി എന്നുള്ള തരത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന അവർ ഇതിൽ ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം
അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ നിലയ്ക്കാണ് പ്രതികരണങ്ങൾ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഗൂഢാലോചന പ്രവർത്തിക്കുന്നു, അതിനു പറ്റിയ ഒരു സാഹചര്യമുണ്ടോ കേരളത്തിൽ, ശ്രീമതി ധന്യ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നത്. ഇത് ഒരു പിന്നെ വേടൻ്റെ മാത്രം വിഷയമല്ല. ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആര് വന്നാലും എനിക്കൊക്കെ എതിരെയൊക്കെ എന്തൊരു എൻക്വയറി എനിക്കറിഞ്ഞൂടാ. അത് നമുക്ക് ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ പോലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കുമാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസ് നമ്മളുടെ വരുമാനം നോക്കിയും അങ്ങനെ നമ്മളുടെ പുറകെയാണ്. എപ്പോഴും ഉണ്ട്, അത് വിടാതെ ഞങ്ങളെ പിന്തുടരും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് എവിടെയെങ്കിലും, ഞാൻ ഏതാണ്ട് 7500ഓളം കോളനികളിൽ പോയ ആളാണ്. എൻ്റെ വീട്ടിൽ കയറാതെ അത്രയും കഷ്ടപ്പെട്ട് 2010 1137 റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എത്ര യാത്ര ഞാൻ ചെയ്തിരിക്കണം എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം അതേപോലെ ജോലി ചെയ്ത് അതേപോലെ അപ്പം നമ്മൾ പോകുന്ന വഴിയെ നമ്മുടെ തൊഴിലെടുത്ത് നമ്മൾ പോകുന്ന ആൾക്കാർ ഇതെല്ലാം ഇങ്ങനെ നമ്മളെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏതാണ്ട് 15 പരാതി എനിക്കെതിരെ തന്നെ 2010 പോയിട്ടുണ്ട്. ഞാൻ മാവോയിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഞങ്ങളെ മാവോയിസ്റ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഇടയ്ക്കിടയ്ക്ക് നേരത്തെയൊക്കെ നീ പറഞ്ഞിട്ടുണ്ട് അർബൻ നക്സൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്കത് ഭയമാണ്. കാരണം നക്സൽ ആകാനോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആവാനോ അല്ല ഞങ്ങൾ വരുന്നത്. ഞാനൊക്കെ കാസർഗോഡ് ജില്ലയിൽ ജനിച്ചു വളർന്ന ആളാണ്, നിങ്ങൾക്ക് അറിയാലോ. ഈ സവർണർ ഞങ്ങൾക്ക് ചോറ് തന്നിട്ട് അതിൻ്റെ അടിയിൽ സവർണ സ്ത്രീകളുടെ നഖവും മുടിയും വെട്ടി വെച്ചിട്ട് അത് ഞങ്ങളെ കൊണ്ട് വിഴുങ്ങിപ്പിക്കുമായിരുന്നു. അത്രയ്ക്കും അയിത്തമുള്ളൊരു നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. എൻ്റെ അച്ഛൻ്റെ കമ്മ്യൂണിറ്റി നെൽക്കതായാണ്. നെൽക്കതായ കർണാടക സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. ഉടുപ്പി കുന്താപുരയാണ് ഞങ്ങളുടെ പൂർവികരുള്ളത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇപ്പോൾ എൻ്റെ 5000 കുടുംബമുണ്ട്. അപ്പം ഞങ്ങളെ ഈ നൽകതായ ആണ് ഞങ്ങളുടെ കാസ്റ്റ് എങ്കിലും ഞങ്ങളെ വളരെ മ്ലേച്ഛമായിട്ടുള്ള വളരെ മോശം വേർഡ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് കോപ്പാളൻ, കോപ്പാളത്തി, അങ്ങനത്തെ ഒരു വേർഡ് എന്നെ പറയും. ഈ കോപ്പാളൻ രാമൻ്റെ മകളല്ലേ, ഞാൻ ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട്. നമുക്ക് പൊള്ളും, നീ ഞങ്ങളുടെ ജാതി വിളിക്കുക, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ ഇരട്ട പേരിട്ട് വിളിക്കുമ്പോൾ നമുക്ക് പൊള്ളലുണ്ടാവും. നമ്മളെ വംശീയമായിട്ട് മാറ്റി നിർത്തുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ ആൾക്കാരെ റേപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഈ സാമൂഹ്യ രംഗത്ത് വന്നത്. അല്ലെങ്കിൽ എനിക്കൊന്നും സാമൂഹ്യ പ്രവർത്തകൻ തന്നെ വിളിക്കുന്നതേ ഇഷ്ടമല്ല. അത്രയ്ക്കും വൃത്തികേട് ഉള്ള വേർഡായിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത്. ഞാൻ അങ്ങനെയൊന്നും അല്ല. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, SC ST ഫണ്ടൊക്കെ, ദളിത് ആദിവാസി മേഖലയിലുള്ള ഫണ്ടൊക്കെ എങ്ങനെ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു വലിയ ഹോസ്പിറ്റൽ ഞങ്ങൾ ദളിത് ആദിവാസി കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റിൽ നിന്ന് തന്നെ 55 ലക്ഷം 65 ലക്ഷം കോടികളാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഹോസ്പിറ്റലിൽ വെറുതെ പോയി കുട്ടിയെ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ആരുമില്ല, ഒരു ആദിവാസി കുട്ടി മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കോടികൾ കൊണ്ടുപോയത് എങ്ങോട്ടാണ്? ഞങ്ങൾ തിരിച്ച് ഈ സമൂഹത്തിന് നേരെ വിരൽച്ചുകൊണ്ട് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയാമോ? എത്ര പേര് ജയിലിലാവുമെന്ന് അറിയാമോ? ഈ ഉദ്യോഗസ്ഥരൊക്കെ വെറുതെ ഇരിക്കുമോ? ഒരു 5-6 വർഷം മുമ്പേ കൊച്ചിയിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ എന്ത് ചെയ്തു? അയാൾ ഒരു ഉന്നത ജാതിക്കാരനാണ്. അപ്പോൾ ദളിതനായിട്ടുള്ളൊരു പോലീസുകാരൻ അവിടെ ഉണ്ട്. അയാളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെ സൈക്കിളിൽ കഞ്ചാവ് കൊണ്ട് വെച്ചിട്ട് അവനെ പോലീസിൽ പിടിപ്പിച്ചു. ഇപ്പം 6-7 വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടവരും DGPയുടെ അടുത്തൊക്കെ പോയത്. ഇതൊക്കെ ഭീകരമായിട്ടുള്ള സാഹചര്യം, ഇതൊന്നും പകുതിയും പുറത്തറിയാറില്ല. ഞങ്ങൾക്ക് വല്ലപ്പോഴും ഇന്നലെ അഖിൽമാരാര് പറയുന്നുണ്ട് ദളിത് ആക്ടിവിസ്റ്റുകൾ ചാനലിൽ ഇരുന്ന് ഛർദ്ദിക്കാനാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവരൊക്കെ ബിഗ് ബോസിൽ പോയിട്ട് അവിടുന്ന് പൈസ മേടിച്ച് ഇവരുടെ കുടുംബം പോറ്റുവാണ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. 7500 കോളനി പോയിട്ട് ഒരു ബസ് റൂട്ടോ അല്ലെങ്കിൽ ഒരു ജീപ്പ് പോകുന്ന പോലും വഴിയല്ലാതെ കിലോമീറ്ററുകളോളം നടന്ന് ഇപ്പം ഈ ഒരു 10 കൊല്ലത്തിനിടയിലാണ് റോഡ് വന്നത്. അതിനു മുമ്പേയൊക്കെ ഞങ്ങളൊക്കെ എന്തോരം കാട്ടുകൂടെയൊക്കെ നടന്നും വീട്ടിൽ പോലും കയറാതെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ആദ്യകാലത്തൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആൾക്കാർ മനുഷ്യരുടെ അടുത്തെത്തി അവരുടെ വിഷയങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നവരാണ്. അല്ലാതെ അഖിൽമാരെ പോലെ കാശുണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പൊതുസമൂഹം എത്ര ഹീനമായിട്ടാണ് ഞങ്ങളെ സംസാരിക്കുന്നതെന്ന് അറിയാവോ? ശരി, രാഹുൽ ഈശ്വർ പെട്ടെന്ന് ധന്യാജിക്ക് അറിയാവുന്ന പോലെ നമ്മുടെ പാവപ്പെട്ട മധു മരിച്ചപ്പോൾ അവിടെ ആദ്യം എത്താൻ ഭാഗ്യം ലഭിച്ച വ്യക്തികളിലൊന്നാണ് ഞാൻ ഏകദേശം 1.5 ലക്ഷം രൂപ നമ്മുടെ വീരേന്ദ്ര സേവാഗ് എന്ന ക്രിക്കറ്റർ തന്നത് മധുവിന് ആദ്യമായിട്ട് സഹായം എത്തിക്കാൻ കഴിഞ്ഞു. ധന്യാജി നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെ സത്യമാണ്. അങ്ങേക്കറിയാലോ, ധന്യാജിക്ക് അറിയാൻ ഒരു സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. എന്റെ ക്ഷമ താങ്കൾ സ്വീകരിക്കണം. അത് മാപ്പാണ്. ഞങ്ങളുടെ സമുദായത്തിൽ അടക്കമുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ഷമ സ്വീകരിക്കണം. ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഈ പലപ്പോഴും ഞങ്ങളുടെ അടക്കമുള്ള സമുദായത്തിലെ ആൾക്കാർ നേരത്തെ പറഞ്ഞ
ആൾക്കാരടക്കം ഈ അമ്പലവാസികൾക്കും പ്രത്യേകിച്ച് സവർണ്ണ ഹിന്ദുക്കൾക്കും ഈ പിന്നോക്കക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഡെപ്ത് പലപ്പോഴും മനസ്സിലാവാറില്ല. അവരിനി ജാതി ഇല്ല, നമ്മളെല്ലാം യാന്ത്രികമായി ഒന്നാണെന്നൊക്കെ പറയുന്ന രീതിയിൽ പിന്നോക്ക വിഭാഗങ്ങൾ, എസ്പെഷ്യലി കോളനികൾ, സിറ്റിയുടെ വെളിയിലുള്ള സ്ഥലങ്ങൾ, ഈ തുടങ്ങിയ സാധനങ്ങൾ അനുഭവിക്കുന്നതിന്റെ പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളടക്കം പലതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വിട്ടുകളയുക, നമുക്ക് അവരെ പറഞ്ഞ് ശരിയാക്കാം. പക്ഷേ ഈ വിഷയങ്ങൾ ശക്തമായി റേസ് ചെയ്യുക. വേടനടക്കം വലിയ പിന്തുണയും പ്രാർത്ഥനയും, മണിച്ചേട്ടനടക്കം, വേടനടക്കം, ഇവരെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ അഭിമാനങ്ങളാണ്. കൂടുതൽ നമ്മുടെ മലയാളത്തിന്റെ പൊതു ഐക്കൺസ് ഇവരായി മാറട്ടെ. ചരിത്രത്തിൽ നമ്മുടെ തെറ്റുകളുടെ പേരിൽ അകന്നു നിൽക്കാനല്ല, ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് ചേരാനുമാണ്. ശ്രീ KR നാരായണൻ ആകട്ടെ, അല്ലെങ്കിൽ ശ്രീമതി ദ്രൗപദി മുർമു ആകട്ടെ, നമ്മുടെ അല്ലെങ്കിൽ ബിർസ മുണ്ട ആകട്ടെ, അടക്കമുള്ള ഒരുപാട് പേർ നമ്മുടെ അഭിമാനങ്ങളാണ്. അപ്പൊ തെറ്റുകൾ മറന്ന് പരസ്പരം ക്ഷമിച്ച് പുറത്ത് നമുക്ക് കൂടുതൽ ഇന്ത്യക്കാരായി മാറാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. വേടന്റെ വരികൾ ശ്രദ്ധേയമാകുന്ന ഒരു സാഹചര്യം കൂടിയാണത്. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് വേടൻ പാടുന്നുണ്ട്. അത് കേരളീയ സമൂഹം പുതിയ കാലത്ത് എങ്ങനെ ചർച്ച ചെയ്യണം എന്നുള്ള ചോദ്യവും ഇത്തരം വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ ഉയരുന്നുണ്ട്. പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതി തന്നെ വേടന് ജാമ്യം നൽകിയിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ എന്തൊക്കെ ആണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഈ വിഷയത്തിൽ എങ്ങനെ പോകും ഈ നിയമവഴിയെ വനംവകുപ്പ്? അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. എനിക്ക് തോന്നുന്നു വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. വേടനെ സംബന്ധിച്ചിടത്തോളവും ഓപ്ഷൻസ് ഉണ്ട്. കാരണം വേടനെ വേണമെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാം. ഈ കേസ് പ്രൈമാ ഫേസി നിലനിൽക്കാത്ത ഈ കേസ് കോഷ് ചെയ്ത് കളയണമെന്നും ഈ കേസ് നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാം. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളവും ഈ കേസ് അന്വേഷിച്ച് ഇത് ഫാൾസ് ആണെന്ന് കണ്ട് ക്ലോസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ പരിശോധനാ ഫലം വരെ അവർക്ക് വെയിറ്റ് ചെയ്യാം. പരിശോധന അടിസ്ഥാനത്തിൽ ഈ കേസ് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ്, ഒരു ഫോർമൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയോ ചെയ്യുക. അങ്ങനെ നിയമപരമായ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇനിയും വനം വകുപ്പിൻ്റെ മുമ്പിലും വേടൻ്റെ മുമ്പിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു സൂചന നമ്മുടെ സമൂഹത്തിന് നൽകുന്നുണ്ട്, അല്ല നൽകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ ആ ഒരു കൂട്ടിൽ ഇടാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായുണ്ട്. കാരണം ഇപ്പോൾ വേടൻ്റെ അറസ്റ്റിന് ശേഷം കേരള സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും, അതിന് ജാതിമത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, മതത്തിന് ഈ രാഷ്ട്രീയ വ്യത്യാസം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സമുദായ അംഗങ്ങളും, അതിൽ സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒന്നും വേലികൾ കെട്ടുകൾക്കപ്പുറം വേടൻ ഞങ്ങളുടെ സ്വത്താണ്, കേരളത്തിൻ്റെ സ്വത്താണ്, വേടൻ മലയാളിയുടെ സ്വത്താണ്, കേരള യുവതയുടെ ആവേശത്തിൻ്റെ പ്രതീകമാണ് വേടൻ എന്നുള്ള വലിയ ഒരു മെസ്സേജ് ഇതിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിഭാവനം ചെയ്യുന്ന നമ്മുടെ നവകേരളത്തിൻ്റെ വലിയൊരു മെസ്സേജുണ്ട്. ആ മെസ്സേജിൻ്റെ ഉൾവിളികൾ വനം വകുപ്പ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ശരിയായ രീതിയിൽ അന്വേഷിച്ച് കേസ് ഡ്രോപ്പ് ചെയ്യാൻ അവർ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ വേടൻ പാടുന്ന ഒരു വരിയുണ്ട്, മിണ്ടിയാലോ ഊര് വിലക്ക് എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. സൂക്ഷ്മാർത്ഥത്തിൽ അങ്ങനെയുള്ള തലങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഈ വിഷയത്തിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി വേടന് പിന്നിൽ നിൽക്കുന്നുണ്ട്, പിന്തുണ ആ നിലയ്ക്കുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് തലം കൂടി താങ്കൾ ഈ വിഷയത്തിൽ കാണുന്നില്ലേ ശ്രീമതി ധന്യാരാമൻ? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ വളരെയധികം അംഗീകരിക്കുന്നു. പിന്നെ ഇന്നലെ വിളിച്ച ആൾക്കാരിൽ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിൻ്റെ ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. CPM-ൻ്റെ നേതാക്കന്മാർ, പിന്നെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. ഇവിടെ ചാനലിൽ വന്നിട്ട് MG ശ്രീകുമാർ പെട്ടെന്ന് പറഞ്ഞു, വേടനെ അറിയത്തില്ല, ഞാൻ 45 വർഷമായിട്ട് ഇവിടെ പാടുന്ന ആളാണ്, ഞാൻ വേടനെ അറിയത്തില്ല. സത്യത്തിൽ അങ്ങനെ ഞങ്ങളെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരെക്കാട്ടിലും അത് എക്സ്പ്രസ് ചെയ്ത് നിന്നെങ്കിലും അതിൻ്റെ ഉപരിയായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ധാരാളം മനുഷ്യരും വളരെയധികം പിന്തുണയായിട്ട് മുമ്പോട്ട് വന്നു. എല്ലാവരും പറഞ്ഞ ഒരു കാര്യം വേടൻ്റെ ഈ പാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ്. ഈ പാട്ടിലെയും പറച്ചിലെയും രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ ആവശ്യമുള്ളതാണ്. അത് കേൾക്കുമ്പോൾ ഒരുപാട് ഈ തലമുറ അത് മനസ്സിലാക്കുന്നു. ഈ തലമുറയ്ക്ക് നമ്മൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ഈ വരികൾ മതി. നമ്മൾ അവരോട് പറയണ്ട. അത് വേടൻ്റെ പാട്ട് കേട്ട് അവിടെ വരുന്നവർക്ക് ജാതിയുണ്ട് മതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യണം. നവകേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെങ്കിൽ വേടൻ്റെ പാട്ടും പറച്ചിലും കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ്. ഇത്തരം സർക്കാരിൻ്റെ പ്രോഗ്രാമുകളിൽ നിന്നും തൽക്കാലം അവനെ മാറ്റി നിർത്തുമെങ്കിലും പിന്നീട് അദ്ദേഹം വേദികളിലേക്ക് ഇരച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വേടൻ ഒരു മുതൽക്കൂട്ടാണ്. എല്ലാവർക്കും ഈ കഴിവ് കിട്ടണമെന്നില്ല. ഇതുപോലെ
പെട്ടെന്നുള്ള ബോധവൽക്കരണമാണ്. ഇപ്പം പറഞ്ഞില്ലേ, യൂണിഫോം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർ എത്ര വർഷം അവർ ജോലി ചെയ്താലും തെറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇത്ര യൂണിഫോം ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് ഇപ്പോഴൊരു FIR എങ്ങനെ എഴുതണം എന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ട്, ഒരു മഹസർ എങ്ങനെ തയ്യാറാക്കണം എന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ബോധവൽക്കരണവും ട്രെയിനിങ്ങും കൊടുക്കണം. അതിലേക്ക് സർക്കാർ കുറച്ചും കൂടി ശ്രദ്ധ വെക്കണം. ആ ഉദ്യോഗസ്ഥരുടെ ആ തെറ്റായിട്ടുള്ള ബോധ്യങ്ങളെ, ചരിത്രബോധമില്ലാത്ത ഉദ്യോഗസ്ഥരുണ്ട്, അവരാണ് പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണലായി ഇത്തരത്തിലൊരു സീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവരെ നിയന്ത്രിക്കാനായിട്ട് സർക്കാർ തലത്തിൽ നിന്ന് സാധിക്കണം. ഉദ്യോഗസ്ഥർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്ര തെറ്റായിട്ടുള്ള മെസ്സേജാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്. നേരെ മറിച്ച് വേടൻ വന്ന് ഒന്ന് പാടുമ്പോൾ ഒരു സമൂഹത്തിനാകെ ഒരു ഉണർവാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റിവിറ്റിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാവരും ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇത് മുമ്പോട്ടേക്ക് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ പിന്തുണ പരസ്പരം കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ തുല്യനീതി ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇത് തുടരേണ്ടതാണല്ലോ. വേടൻ ഇനിയും പാടണമല്ലോ ശ്രീ രാഹുൽ? 100% വേടൻ പാടണം. നേരത്തെ അതാ പറഞ്ഞത്, കൂടുതൽ അവസരങ്ങൾ വേടന് വേണം. വേടനെ നമ്മുടെ മലയാളത്തിൽ ഈ റാപ്പ് എന്ന് പറയുന്നതിന് തന്നെ ഒരു വലിയ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോബ് മാർലി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് വേടൻ. ആ രൂപവും ഭാവവും ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. അതുകൊണ്ട് വേടൻ തന്നെ പറഞ്ഞ രസകരമായ പ്രയോഗം, വേർപ്പു തുന്നിയിട്ട കുപ്പായവും നീ തമ്പുരാനല്ല, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമുക്കതിനെ എത്തിക്കാൻ കഴിയട്ടെ. നമ്മുടെ ചരിത്രത്തിലെ തെറ്റുകൾ മനസ്സിലാക്കി ഇന്നിൽ ഒരുമിച്ച് നല്ലൊരു ഭാവിയെ എല്ലാവർക്കുമായി ഉണ്ടാക്കാൻ കഴിയട്ടെ. അതിന് ധന്യാജി അടക്കമുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകൾക്കും ഡോക്ടർ ഉന്മേഷ് അടക്കമുള്ള ഒരുപാട് പേർ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് ശക്തമായിട്ട് തന്നെ വാദിച്ചു. ആ മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഒരു പക്ഷേ ഗവൺമെന്റിനും കോടതിക്കും ഒക്കെ ഫീൽ ചെയ്തു എന്ന് കാര്യത്തിൽ സംശയമില്ല. അപ്പം വലിയ രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടായി. പ്രിയദർശൻ തമ്പി സാർ അടക്കം ഒരുപാട് പേർ സമൂഹത്തിൽ, ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട 99 100 എന്ന് പറയുന്നില്ല, 99% ആൾക്കാരും വേടന് പിന്തുണയായിട്ടാണ്. ആ പിന്തുണ മലയാളി മനസ്സിന്റെ, കേരളീയ പൊതുബോധത്തിന്റെ, ഇന്ത്യയുടെ നന്മയുടെ പിന്തുണയാണ്. അതുമായി വേടന് കൂടുതൽ ഉയരങ്ങളിൽ പറക്കാനാവട്ടെ. ശരി, നന്ദി അതിഥികൾക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ശ്രീമതി ധന്യാരാമൻ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം, നീതിയാണ് പുലരേണ്ടത്. വേടൻ തന്നെ ഇടയ്ക്ക് പാടുന്നുണ്ട്, എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങൾ ഉയരണം, എവിടെ ചങ്ങലകൾ അവിടെ കൂട്ടമായി വാ എന്നാണ് വേടൻ പാടുന്നത്. വേടന്റെ വരികൾ എല്ലാ കാലത്തെയും പ്രതീക്ഷയാണ്. വേടൻ ഇനിയും പാടട്ടെ. ന്യൂസ് ഈവനിംഗ് ചർച്ച പൂർത്തിയാകുന്നു.